പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഉപവാസ പ്രാർത്ഥനയുടെ 25ാമത്തെ രാത്രി കൃപയാൽ സന്തോഷത്തോടെ ഈ ലൈവിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും ഈ വെള്ളിയാഴ്ച ആമേൻ ലൈവിൽ ഉച്ചയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയുമായി കടന്നു വന്നപ്പോൾ ആമേൻ അനേക പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ സന്ദേശം കൈമാറുവാനൊക്കെയും ദൈവമായ കർത്താവ് സഹായിച്ചു. ഒപ്പം ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പ് അക്കൗണ്ടിലൂടെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കും താലന്തുകൾക്കും അനുസരിച്ച് ആമേൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ ഉപവാസ പ്രാർത്ഥനയിൽ അനേക പ്രിയപ്പെട്ടവർ ആമേൻ പ്രാർത്ഥനയിൽ ഓർക്കുവാനും പരസ്പരം പ്രാർത്ഥനയിൽ വഹിപ്പാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം 21 ദിവസം ആമേൻ, കഴിഞ്ഞ മുമ്പത്തെ മാസം 21 ദിവസമായിരുന്നപ്പോൾ 21 ദിവസവും വിവിധ ഇടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന അനേകരെ കോൺഫറൻസ് കോളിലൂടെ എല്ലാ ദിവസവും 1 മണിക്കൂർ 6 മണി തൊട്ട് 7 മണി വരെ ആമേൻ കോൺഫറൻസ് കോളിലൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവമായ കർത്താവ് സഹായിച്ചു. എന്നാൽ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 25ാമത്തെ ദിവസവും 6 തൊട്ട് 7 മണി വരെയുള്ള സമയത്ത് അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും നടുവിൽ ഹല്ലേലൂയ ആമേൻ ഒരു കൂട്ടുകാരനായി, ആമേൻ ഒരു മാതാവ്, പിതാവ്, ആമേൻ ഒക്കെയായി ആമേൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്ന ആ വഴികളെ ഓർത്താൽ മൗനമായി ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകലിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയായി തീർന്നെങ്കിൽ അതിരങ്ങളെ തുറന്ന് അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് അനേകരെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുമ്പോൾ ദൈവിക സമാധാനത്തോടെ ദൈവിക സന്തോഷത്തോടെ ജീവിക്കുവാൻ അവിടുത്തെ പുത്രൻ മുഖാന്തരം അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. അവിടുത്തെ മക്കളും പ്രിയ മക്കളും ശുശ്രൂഷകന്മാരുമാക്കി തീർത്ത ദൈവകൃപ ഞാൻ അങ്ങ് വാഴ്ത്തുന്നു, ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ അടിയനെ പ്രാപ്തരാക്കിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുക. ഈ രാത്രി എന്നോടൊപ്പം ആമേൻ ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു. കർത്താവെ, ലോക രാജ്യങ്ങളിൽ കൊറോണ അനേകർക്ക് ആമേൻ ഭയവും നിരാശയും കൊണ്ടുവരുമ്പോൾ അതിന്റെ നടുവിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്ത ആ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ താങ്ങി നിർത്തുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രിയിലും ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ അടിയനെ ശക്തീകരിച്ചാട്ട് വചനം കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ഈ രാത്രി ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഇന്ന് രാത്രിയിലും ചില ഭാവികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി ആമേൻ അതെ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ഹല്ലേലൂയ അത് ആമേൻ അത് പ്രഘോഷിക്കുവാൻ കർത്താവ് അടിയന് കൃപ നൽകിയാട്ട്. ശ്രോതാക്കൾ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. ഒരുമിച്ച് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ
നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോ രാത്രിയിലോ ഏതു നേരത്തിലോ എനിക്കെന്നും ദൈവമത്രേ. ഏതോ രാപത്തിലും ഏതു നേരത്തിലും ദൈവമത്രേ. ഇരുൾ തീങ്ങിടും പാതകളിൽ കരൾ വീങ്ങിടും വേളകളിൽ, ഇരുൾ തീങ്ങിടും പാതകളിൽ കരൾ വീങ്ങിടും വേളകളിൽ, ആമേൻ. അരികെ വരുവാൻ കൃപകൾ തരുവാൻ ഒരുവൻ, ആമേൻ. അരികെ വരുവാൻ കൃപകൾ തരുവാൻ ഒരുവൻ, എന്റെ സങ്കേതവും ബലവും, ആമേൻ. ഏറ്റവും അടുത്ത തുണയോ, ഏതോ രാപത്തിലോ ഏതു നേരത്തിലോ എനിക്കെന്നും ദൈവമത്രേ. ഏതോ രാപത്തിലോ ഏതു നേരത്തിലോ എനിക്കെന്നും ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും, എല്ലാ ഭാരങ്ങളും ചുമക്കും, ഓ എന്നും താങ്ങി എന്നെ നടത്തും, ആമേൻ. കരത്താൻ അൻപുനീ തുണയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കരത്താൻ അൻപുനീ തുണയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും, ആമേൻ. ഏറ്റവും അടുത്ത തുണയോ, ഏതോ രാപത്തിലോ ഏതു നേരത്തിലോ എനിക്കെന്നും ദൈവമത്രേ. ഏതോ രാപത്തിലോ ഏതു നേരത്തിലോ എനിക്കെന്നും ദൈവമത്രേ. ആമേൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതുവരെ ചാരിവാ, ആമേൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതുവരെ ചാരിവാ, ഇടയായതിനാൽ ഒരു വാരിയോ എനിക്കെന്നും താൻ മതിയാം. ഇടയായതിനാൽ ഒരു വാരിയോ എനിക്കെന്നും താൻ മതിയാം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയോ, ഏതോ രാപത്തിലോ ഏതു നേരത്തിലോ എനിക്കെന്നും ദൈവമത്രേ. ഏതോ രാപത്തിലോ ഏതു നേരത്തിലോ എനിക്കെന്നും ദൈവമത്രേ. എന്റെ താനായി
ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ല ഇതുപോൽ ഒരുവൻ. ഹല്ലേലൂയ. ഇന്ന് പകലിലും നമ്മുടെ അരികിൽ വന്ന് നമ്മെ താങ്ങി നമ്മെ ബലപ്പെടുത്തി നമ്മെ ശക്തീകരിച്ച നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി പാടി ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിച്ച നമ്മെ ബലപ്പെടുത്തിയ നമ്മുടെ കർത്താവിന് ആചരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഓ നന്ദി യേശുവേ. ഇന്ന് രാത്രി ആദരങ്ങളെ തുറന്ന നന്ദിയോടെ ആത്മാവ് നമുക്ക് ഉച്ചരിക്കുവാൻ നൽകുന്ന ആമേൻ ഭാഷയിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. നന്ദി യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ മാളിക മുറിയിൽ 120 പേരടങ്ങിയ സംഘത്തിന്മേൽ ആമേൻ ഇറങ്ങി വന്ന ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ കൊടുത്ത ആത്മനിറവിൽ ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ആമേൻ ഇന്ന് രാത്രി ആമേൻ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യരക്തത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ മൗനമായിരിക്കാതെ ആദരങ്ങളെ തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്വർഗ്ഗത്തിലെ സലാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുമ്പോൾ അവരുടെ മധ്യ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം ഹല്ലേലൂയ. രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് മുഖം മൂടി ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്ക് ഹല്ലേലൂയ. ആമേൻ. അതെ അഹങ്കരിച്ച് ആമേൻ വെട്ടി താഴെയിട്ട സ്ഥാനത്തേക്ക് ആമേൻ കയറി നിന്ന് ആരാധിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ. ഓ ഋഷഭവരകനസി കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. അമ്മയുടെ തോപ്പിൽ ആമേൻ ഇരുന്ന അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന ആ ദൂതന്മാർ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ കേട്ട് വർഷങ്ങളായി ആമേൻ ഇടയിൽ ഓർപ്പിച്ചുണർത്തിയ വാഗ്ദത്തം ആമേൻ അന്ന് ഉണർത്തി ആമേൻ ഇനിയും ആമേൻ അതേ വാഗ്ദത്തം അതേ ചുമ്മി നാളുകൾ ആമേൻ നടക്കേണ്ട അടുത്ത വർഷം ഇതുവഴി വരുമ്പോൾ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ആമേൻ
കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം. ഇന്ന് രാത്രി ആമേൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആമേൻ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു ചില വാഗ്ദത്തങ്ങൾ ആമേൻ ആവർത്തിച്ച് നീ കേൾക്കുവാൻ സ്വർഗം നിന്റെ കാതുകൾക്ക് അവസരം നൽകുന്നെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും ആമേൻ എന്നോ നീ കേട്ട ആ പ്രവചനം, എന്നോ കേട്ട ആ വാഗ്ദത്തം, എന്നോ കേട്ട ആ ദൈവവചനം ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിലൂടെ ആമേൻ നിന്റെ കാതുകളിൽ ഇമ്പമായി വെളിപ്പെട്ട് വീണ്ടും ആ വാഗ്ദത്തം സ്വർഗം നിന്നെ ആമേൻ കേൾപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ. അതിവിദൂരമല്ലാതെ വാഗ്ദത്തം ചെയ്തവന്റെ പ്രവൃത്തി നീ അനുഭവിക്കുവാൻ പോകുകയാ. നീ കൈകൊണ്ടെടുക്കാൻ പോകുകയാ. നീ രുചിക്കുവാൻ പോകുകയാ. നിന്റെ ശരീരത്തിൽ നാളുകൾ വെളിപ്പെടാത്ത സൗഖ്യം യേശുവിന്റെ നാമത്തിൽ അതിവിദൂരമല്ലാതെ ഇന്ന് രാത്രി അത് വെളിപ്പെടുവാൻ സമയമായി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഉയർത്തില്ലെന്ന് വാദിച്ച് നിന്നെ ഒതുക്കാൻ നോക്കിയ ദുഷ്ടന്റെ പദ്ധതികള് നിന്റെ മുമ്പിൽ തകർന്ന് നീ ജയാളിയായി അതേ ചുവടുകൾ വെച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം സഹോദര സഹോദരി മാതാവേ കുഞ്ഞെ അഭിഷേകനെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സീസൺ അതിവിദൂരമല്ല. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ആദ്യനും അന്ത്യനും ഹല്ലേലൂയ, അൽഫയും ഒമേഗയുമായവൻ ഹല്ലേലൂയ, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായവൻ ഇന്ന് രാത്രി വചനത്തിന്റെ ആമേൻ ശ്രോതാക്കളായി ആമേൻ ഏത് കഷ്ടതയ്ക്കകത്തും ഏത് വേദനയ്ക്കകത്തും ഏത് തകർച്ചയ്ക്കകത്തും ഏത് പ്രതിസന്ധിക്കകത്തും ഇരിക്കുന്നവനെ ശക്തീകരിച്ച് ചിറകടിച്ചുയരുന്ന കഴുകനെ പോലെ പറന്നുയരത്തക്ക വിധത്തിൽ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും ഈ വീഡിയോയിലൂടെ ഈ ലൈവിലൂടെ ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിഷേധിക്കുന്നവരുണ്ടാകാം, അരോചകമായി തോന്നുന്നവരുണ്ടാകാം. എന്നാൽ അതേ വിമർശിക്കുന്നവനെയല്ല, അഭിപ്രായം പറയുന്നവനെയല്ല, അതേ അവിശ്വസിക്കുന്നവനെയല്ല, വിശ്വസിക്കുന്നവന്റെ മേൽ പകരുന്ന ആത്മാവിനെ ഇന്ന് രാത്രിയിലും നിന്റെ മേൽ പകർന്ന് അതേ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ബോധത്വമായതിനെ തെരഞ്ഞെടുത്ത് മാനിച്ചവർ നിന്നെയും മാനിപ്പാൻ ശക്തരാ. ഹല്ലേലൂയ. ബലഹീനമായതിനെ ബലമുള്ളതാക്കി മാറ്റുവാൻ അത് വ്യാപരിച്ച അഭിഷേകം ഇന്ന് രാത്രിയും ബലമില്ലാതെ ഇരിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കഴിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ടല്ല, ആമേൻ നേടിയ അതേ എടുത്ത ആമേൻ ഡിഗ്രിയുടെ ബലത്തിലല്ല, ആമേൻ സമ്പാദിച്ച പണത്തിന്റെ മൂല്യം കൊണ്ടല്ല. ആമേൻ തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവനെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ മുമ്പിൽ താണിരിക്കുന്ന നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആമേൻ ഇത് ആരംഭിക്കാത്തത്? ഹല്ലേലൂയ. ഈ ഒരു ചോദ്യത്തോടു കൂടിയാ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ആരംഭിക്കാത്തത്? അയ്യോ, എനിക്ക് അതിനുള്ള കൃപയില്ലെന്നേ. ഹല്ലേലൂയ. അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അതൊക്കെ അവരൊക്കെ ഉള്ള കാര്യമാണ്. ചിലർ പറയാറുണ്ട് ഇതെന്റെ വിധിയാ ഇങ്ങനെ കരഞ്ഞു തീർക്കാൻ. ഹല്ലേലൂയ. ഇങ്ങനെ നിന്ദിക്കപ്പെട്ടവളായി ജീവിക്കാനാ എനിക്ക് ആമേൻ ലഭിച്ചിരിക്കുന്ന കൃപ. അങ്ങനെയില്ല കേട്ടോ. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും ആമേൻ കരം പിടിച്ച് അത് നടത്തുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. അവന്റെ നിറവിനാൽ കൃപമേൽ കൃപ പകരുന്നവരാ. ഇന്ന് രാത്രി ആമേൻ പാതാള ഗോപുരങ്ങൾ ആമേൻ ജയിക്കാത്ത നിലയിൽ ആമേൻ അതെ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറി അതെ ജീവിക്കുന്ന ദൈവവൈതലേ, നീ പരാജയപ്പെടുവാൻ തക്കവണ്ണം അനുവദിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അബ്രഹാം കേട്ട ആ അനുഗ്രഹമുണ്ടല്ലോ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ എനിക്കും നിങ്ങൾക്കും വരേണ്ടതിന് ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അബ്രഹാമിലൂടെ കേൾപ്പിച്ച ആ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യയിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണെന്ന്. ഹല്ലേലൂയ. സംശയമുണ്ടെങ്കിൽ അതെ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം എടുത്ത് ഒന്ന് വായിച്ച് ആ സംശയത്തെ മാറ്റിയിട്ട് വേണം ഇനി ദൈവവൈദ്യനായി ജീവിക്കാൻ. ഹല്ലേലൂയ. സന്തോഷമാണെങ്കിൽ
ഇന്ന് രാത്രി ഒന്ന് കരമടിച്ചു. ആ അനുഗ്രഹം നിന്റെ മേൽ, ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ മേൽ, ഹല്ലേലൂയ, അതിനപ്പുറത്തേക്ക് ഒഴുകുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വായിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയത് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യ. കേട്ട് കേട്ട് തഴമ്പിച്ച ആമേൻ വചനമാണ്. പക്ഷേ പുതുമ നഷ്ടപ്പെടാതെ ഇന്നും പുതിയത് നൽകുവാൻ ദൈവം ശക്തനാണ്. കേൾക്കുന്തോറും ഹല്ലേലൂയ ആമേൻ മൂല്യമുള്ളതായി, ഹല്ലേലൂയ, അത് ശക്തിയായി, അത് ബലമായി, ഊർജമായി, ഹല്ലേലൂയ വെളിപ്പെട്ടു വരുന്ന ദൈവവചനം ഇന്ന് രാത്രി വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇന്ന് രാത്രിയിലും ആമേൻ ഈ ലൈവിലൂടെ, ഈ മീഡിയയിലൂടെ ആമേൻ ഈ സുവിശേഷം ആമേൻ പ്രസംഗിക്കുവാൻ എനിക്കെന്തില്ല, ലജ്ജയില്ല. ആമേൻ ആമേൻ ഇന്ന് രാത്രി അവിശ്വസിക്കുന്നവനല്ല, വിമർശിക്കുന്നവനല്ല, കുറ്റവും കുറവും ആമേൻ കണ്ട് ആമേൻ ആമേൻ ഇരിക്കുന്നവനല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഏവനും, ഹല്ലേലൂയ, അതിനകത്ത് സഹോദര നീയും പെട്ടു, സഹോദര നീയും പെട്ടു, കുഞ്ഞെ, യവനക്കാരി, അഭിഷക്തരെ, കർത്തവയ്ക്കകത്ത് ആമേൻ അതെ ഇനി ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ച് ആമേൻ ഇനി മരണമേ മുമ്പിലുള്ളെന്ന് ചിന്തിച്ചിരിക്കുന്ന നീയും വിശ്വസിച്ച, ഹല്ലേലൂയ, ഇന്ന് രാത്രി നിനക്ക് വിടുതല. ഡോക്ടർ വിധിച്ചിട്ടിരിക്കുകയാ. ആമേൻ ഈ ആഴ്ചകൾ മാത്രം, മണിക്കൂറുകൾ മാത്രം. ഇന്ന് രാത്രി നീയും വിശ്വസിച്ചാൽ, അതെ ആ ക്രൂശിൽ ആ കിടക്കുന്ന കള്ളൻ, ആമേൻ അതെ ഒരുത്തൻ ആണയിട്ടപ്പോൾ കാക്ക വന്ന് കണ്ണ് കൊത്തി പറിച്ചു. മറ്റവൻ ആമേൻ അതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് കൂടെ പറുദീസയിൽ ഇരിക്കുവാൻ കൃപ ലഭിച്ചു. ഇന്ന് രാത്രി വിധി ആമേൻ നിന്റെ ആമേൻ ജീവിതത്തിന്റെ നാശമാണ്. എന്നാൽ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ആമേൻ അതെ നൽകിയിരിക്കുന്ന വചനം വിശ്വസിക്കുന്ന ഏവനും, ആമേൻ, യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ആമേൻ ഇന്ന് രാത്രി നീ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്ന ഉൾനട്ട തേനിനെക്കാട്ടിലും തെൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന കഷ്ടതയ്ക്കകത്ത് നിന്ന് നിന്നെ ശക്തീകരിച്ച് അതെ ബലപ്പെടുത്തുന്ന എഴുന്നേൽപ്പിക്കുന്ന വചനം ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് കേൾക്കുവാൻ അവസരമൊരുക്കിയ സ്വർഗത്തിലെ ദൈവത്തിന് കരമടിച്ച് മഹത്വം കൊടുത്ത്, ഹല്ലേലൂയ, ഇന്ന് രാത്രി മഹത്വമായവൻ വിശ്വസിക്കുന്നവരുടെ മേൽ ശക്തിയെ അയച്ച് നീ ആയിരിക്കുന്ന വേദനയ്ക്കകത്ത് നിന്ന്, നീ ആയിരിക്കുന്ന തകർച്ചക്കകത്ത് നിന്ന്, നീ അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ അതെ ദർശനം ചെയ്യാതെ ആമേൻ പറഞ്ഞ് എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തത്. ഹല്ലേലൂയ. 25-ാമത്തെ രാത്രിയിലും ഇത്ര ആവേശത്തോടെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഭക്ഷണം 3 നേരം കഴിച്ചിട്ട് ആമേൻ ഒന്ന് ഉറങ്ങാനോ മര്യാദയ്ക്ക് ഇരിക്കാനോ നടക്കാനോ പറ്റാത്ത എത്രയോ പേര് എനിക്ക് ചുറ്റുമുണ്ടെന്നറിയോ? ഹല്ലേലൂയ. ആമേൻ ആഹാരം ഉണ്ടായിട്ടും ആമേൻ കൊതിയുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ആമേൻ ഷുഗർ, BP, കൊളസ്ട്രോള്, പിന്നെ എക്സ്ട്രാ. ആമേൻ ഇതൊന്നും ഇല്ലാതെ ആമേൻ അതെ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം ഉണ്ടായിട്ട് ആമേൻ അതെ 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 വീടോ കാറോ മേടിക്കാനല്ല, ആമേൻ അത് വിദേശത്തേക്ക് പോകാനല്ല. കർത്താവേ, നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വചനം ആമേൻ അത് ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുവാൻ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്ന ആ ശിഷ്യന്മാരെ പോലെ കഴിഞ്ഞ ദിവസം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഉയരത്തിലെ ശക്തി സംഭരിക്കാൻ ഇരിക്കാൻ. ആമേൻ 25 നാളായി ആമേൻ ഇരിക്കുകയാ. പോരാ, ഇനിയും വേണം. അതുകൊണ്ട് കുറച്ച് ദിവസവും കൂടെ ആ ശക്തി
ശക്തി സംഭരിക്കാനായി ഇരിക്കുകയാ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതെ, വിശ്വസിക്കുന്ന ഏവനും അത് ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ആമേൻ ലജ്ജയില്ലാത്തവർ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആ കരമടിച്ച് ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ചാടി എഴുന്നേക്കട്ടെ. കാരണം ഉറങ്ങാൻ സമയമായില്ലോ. ആമേൻ. അതെ, ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. കാരണം എനിക്ക് സുവിശേഷത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന്. ഹല്ലേലൂയ. എത്ര പേരുടെ മുമ്പിലും എന്റെ കർത്താവിനെ ഉയർത്തുന്നതിൽ എനിക്ക് ലജ്ജയില്ല. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ വാഞ്ച. എത്ര പേർക്ക് ഇന്ന് രാത്രി ആശയുണ്ട്, വാഞ്ചയുണ്ട്? ഹല്ലേലൂയ. ആരാധിക്കുന്നത് നല്ലതാ. ആമേൻ. അത് കർത്താവിനെ ഉയർത്താനാകട്ടെ. ആരാധിച്ച വിടുതലുണ്ട്. വിടുതലിന് വേണ്ടി നീ ആരാധിക്കണ്ട കേട്ടോ. സ്തോത്രം പറയൂ. ഹല്ലേലൂയ. ആരാധിക്കുന്നത് നല്ലതാ. ആരാധിച്ച വിടുതലുണ്ട്. പക്ഷേ വിടുവിക്കപ്പെടുന്ന നിന്റെ ജീവിതത്തിലൂടെ ദൈവനാമം എന്ത് ചെയ്യണം? മഹിമപ്പെടണം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിച്ചു സ്തുതിച്ച, അർദ്ധരാത്രിയിൽ പാടി ദൈവത്തിന് മഹത്വം കൊടുത്ത പൗലോസും ശീലാസും വിടുവിക്കപ്പെട്ടു. പക്ഷേ ആമേൻ കാരാഗ്രഹ പ്രമാണി കുടുംബം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആമേൻ. അതെ, ആരാധിക്കുന്നത് നല്ലതാ, സ്തുതിക്കുന്നത് നല്ലതാ. പക്ഷേ നീ മാത്രം അന്ന് അനുഗ്രഹിക്കപ്പെട്ടു പോയാൽ ഒക്കത്തില്ലല്ലോ. നിന്റെ സ്തുതിയുടെയും നിന്റെ ആരാധനയുടെയും നടുവിൽ അതെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ നിന്നിലൂടെ നിന്നെ ആമേൻ കാവൽ കാക്കാനാക്കി വെച്ച കാരാഗ്രഹ പ്രമാണി. ആമേൻ. നോക്കണേ. ആമേൻ. കാരാഗ്രഹത്തെ ആമേൻ നോക്കാനാക്കി വെച്ചത് ആരാ? അതിന്റെ സംഘാടകരാ. അതെ, അവർക്ക് മാന്യമായ സാലറി കൊടുക്കുന്നുണ്ട്. ആമേൻ. മാന്യമായ ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ ശമ്പളം വാങ്ങിയിട്ട് ആമേൻ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ നോക്കാൻ നിന്നവൻ. ഹല്ലേലൂയ. അതെ, കാരാഗ്രഹത്തിനകത്ത് കിടന്നവർ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീണ് കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി. ഹല്ലേലൂയ. അടിസ്ഥാനം കുടുങ്ങി. അവരുടെ മേൽ വീണെന്നല്ല കേട്ടോ. വീണ പിന്നെ തീർന്നില്ലേ? ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ അകക്കണ്ണ് തുറന്ന് നിലവിളിക്കാൻ തുടങ്ങി. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഞെട്ടിപ്പോയി കേട്ടോ. ആമേൻ. അത് കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ രാജദ്രോഹത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കേസിന് പിടിക്കപ്പെട്ടവരെ അടയ്ക്കുന്ന ജയിലിനകത്ത് കിടന്ന ആമേൻ പൗലോസും ശീലാസും ഞെട്ടിപ്പോയി. യജമാനന്മാരെ, ഇന്ന് രാത്രി ആമേൻ അതെ മറിയയുടെ റൂമിൽ ഇറങ്ങി വന്ന് കൃപല വീഴ്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞപ്പോ മറിയ ഞെട്ടിയതുപോലെയാ. ആമേൻ. ആരാധിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ കയ്യിൽ വീണ ചങ്ങല അഴിഞ്ഞപ്പോൾ കേട്ട ശബ്ദം. ആമേൻ. മനസ്സിലായോ? മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ആരാധിക്കാൻ സമർപ്പിക്കപ്പെട്ടവർ ദമസ്കോസിന്റെ പടിവാതിക്കൽ ആമേൻ വീണ് കിടന്നപ്പോൾ കേട്ട ശബ്ദത്തിന് മുമ്പിൽ അടിയറവ് വെച്ച് സമർപ്പിച്ചവൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആമേൻ ഭൂമിയുടെ അറ്റത്തോളം ആമേൻ എത്തുവാൻ വിളിയുള്ളവൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവോടെ ചലിച്ചപ്പോൾ ദുരാത്മാക്കൾ ഇറങ്ങാൻ തുടങ്ങിയെന്ന്. ഇന്ന് രാത്രി അഭിഷക്തനെ ഉന്നതമായ വിളി നിന്റെ മേലുണ്ടോ? പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ ദൈവം നിന്നെ വിളിച്ചെന്ന് ഉള്ള ഉറപ്പും ബോധ്യവും ഉണ്ടായിട്ടാണോ നീ ഇറങ്ങിയ നീ ആമേൻ അവന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആമേൻ നിന്നെ അറ്റത്തോളം എത്തിക്കുവാനുള്ള ആത്മാവിന്റെ പകർച്ച നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ആമേൻ ആത്മനിറവോടെ നീ കാലുവെക്കുന്നിടത്ത്
സമയത്ത് പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കും. പൈശാചിക മണ്ഡലങ്ങൾ അവരും ഹല്ലേലൂയ ആമേൻ നിനക്കെതിരെ ആമേൻ ചില പ്രതിയോഗി ആമേൻ അലറും. ചില പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ ശബ്ദമുയർത്തും. ഹല്ലേലൂയ. നോക്കണേ, പൗലോസും ശീലാസും ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ പ്രാസംഗികരായി അഭിഷക്തന്മാരായി ആമേൻ ആത്മശക്തിയോടെ ചുവടുവെച്ചു തുടങ്ങിയപ്പോ ദേശത്തിന്റെ അധിപതികൾ അതെ വിറയ്ക്കാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി. അവൻ ഇന്ന് രാത്രി ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർ മറന്നുക്കരുത്. ഓർത്തോട് അവൻ നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ആ വിളിച്ച വിളിക്കനുസരിച്ച് നീ ചലിക്കുന്നതെങ്കിൽ, നീ ചെല്ലുന്നിടത്ത്, നീ നിൽക്കുന്നിടത്ത്, നീ പ്രസംഗിക്കുന്നിടത്ത്, നീ ആരാധിക്കുന്നിടത്ത് ദേശത്തിന്റെ ആമേൻ അധിപതികൾ വിറയ്ക്കാൻ തുടങ്ങും, ഇളകാൻ തുടങ്ങും. ആമേൻ അതെ പുഴയോരത്ത് പ്രസംഗിച്ച് ആമേൻ ലുദിയയുടെ ഹൃദയം തുറന്ന്, ഓ ലുദിയയുടെ കുടുംബം അതെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗമായെന്ന് നിന്നിലൂടെ ആമേൻ പാപിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന യേശു ജീവിക്കുന്നുവെന്ന് വെളിപ്പെട്ടാൽ ഹല്ലേലൂയ പിശാച് അടങ്ങിയിരിക്കത്തില്ലെന്ന് പ്രതിയോഗി നിനക്കെതിരെ ശബ്ദമുയർത്തുവെന്ന് ആമേൻ അതെ പുഴയോരത്ത് പ്രസംഗിച്ച അഭിഷക്തന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട കുടുംബം വിടുവിക്കപ്പെട്ട് സ്വർഗത്തിൽ സന്തോഷമുണ്ടായപ്പോ ആമേൻ ലോകത്തിന്റെ പ്രഭുവായ സാത്താന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അഭിഷക്തരെ അടിച്ച് ആമേൻ തകർത്ത് കാരാഗ്രഹത്തിന്റെ അകത്തിട്ട് പൂട്ടാൻ വേണ്ടി അവന്റെ പരിപാടി അവൻ ചെയ്തു നോക്കി. പക്ഷേ അഭിഷക്തന്മാരുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മനിറവിൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോ, അവർ പ്രാർത്ഥിച്ചപ്പോ അവരുടെ കൈമേലുള്ള ചങ്ങല അറ്റു വീണു. ഇന്ന് രാത്രി അഭിഷക്തനെ ഒരു ശക്തിക്ക് ആമേൻ നിന്നെ ബന്ധിക്കുവാൻ കഴിയാത്ത നിലയിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മനിറവോടെ നീ ദൈവത്തെ സ്തുതിക്കുവാൻ, നീ ദൈവത്തെ ആരാധിക്കുവാൻ, നീ ദൈവത്തെ പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ ആ കഷ്ടതയ്ക്കകത്ത്, ആ പ്രതികൂലത്തിനകത്ത്, ആ വേദനയ്ക്കകത്ത് നീ തകർന്നു പോകാതെ ആമേൻ നിന്നെ നോക്കാൻ ആമേൻ ആക്കി വെച്ചിരിക്കുന്ന ഭരണകൂടങ്ങൾ കാണുകെ, ഹല്ലേലൂയ നേതാക്കന്മാർ കാണുകെ, ആമേൻ അതെ ആരുമാകട്ടെ അവർ കാണുകെ, ആമേൻ അതെ അതെ ഇറങ്ങി വന്ന് അതെ വിടുവിക്കുന്ന ദൈവത്തെ ആമേൻ അന്വേഷിക്കുന്ന, വിളിക്കുന്ന ആമേൻ അതെ ശബ്ദം അതെ നിന്റെ കാതിൽ കേൾക്കാൻ പോവുക. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ ആമേൻ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ ക്രിമിനൽ കേസിന് അകത്ത് കിടക്കുന്ന കുറ്റവാളി ആമേൻ നോക്കാൻ നിർത്തിയിരിക്കുന്ന പടയാളികൾ ഇപ്പൊ തൊടുകയോടെ നിന്നിട്ട് രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ ദേശത്ത് നിന്ന് ചിലര് ചോദിക്കാൻ പോവാ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഒരാത്മ മണ്ഡലം തുറന്ന് ആമേൻ നിന്നെ സ്വർഗം അതെ അതിനകത്തേക്ക് നയിക്കുന്ന ആമേൻ രാത്രിയ അതെ നിന്റെ മുമ്പിൽ ചിലര് നിലവിളിക്കും, അതെ അഭിഷക്തനെ ഹല്ലേലൂയ ആമേൻ യജമാനനെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമം, ആ നാമത്തെ വിളിക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോക്കണേ, ഒരു അഭിഷക്തന്റെ കയ്യിലും ആമേൻ അതെ കാലിലും അല്ലേ ആമത്തിലിട്ട് കൂട്ടിയെന്ന ആരെയാ? അഭിഷക്തരാണോ? ഹല്ലേലൂയ പൂട്ട് കയ്യിൽ വീഴും, കാലിൽ വീഴും. പക്ഷെ നീ ബന്ധിക്കപ്പെട്ടവനായി ലോകം കാണാൻ ദൈവം അനുവദിക്കത്തില്ല. എന്തിനാണെന്നറിയാമോ? ലോകം നിന്നിലൂടെ കർത്താവിനെ അറിയണം. എങ്ങനെയാ? നിന്നെ പൂട്ടാൻ ആർക്കും കഴിയത്തില്ല. കാരണം നീ ആരാധിക്കുന്നവനാ. ആരാധിക്കുവാൻ നിന്റെ മേലുള്ളത് കഴിച്ച ആധാരത്തിന്റെ ബലമല്ല. നീ മുട്ടുമടക്കി അത് കേട്ട വചനത്തെ ഏറ്റെടുത്ത് ഇരുന്നപ്പോ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാനെന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്ത വചനം നിന്റെ മേൽ ഇറങ്ങി വന്നതാ. ഹല്ലേലൂയ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിന്നോടുള്ള ദൂത ഹല്ലേലൂയ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഏത് ജാതി? അവിശ്വാസം എന്ന ജാതിയെ കേട്ടോ. ഹല്ലേലൂയ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാ. ഇത് വിശ്വാസമായിട്ട് ദൈവശക്തിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെടുന്നില്ല. ഈ നാളിതുവരെ നീ കേട്ട വചനം ദൈവശക്തിയായി വെളിപ്പെടാതെ ആമേൻ അതിന്റെ ശക്തിയെ മൂടി ആമേൻ അതിന്റെ
ശക്തിയെ കെടുത്തിക്കളയുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ആമേൻ അത് പൊട്ടി മാറി ആ ശക്തി ആമേൻ നിന്നിൽ വെളിപ്പെടാൻ ഹല്ലേലൂയ ആമേൻ ഇടയാകുക. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ചെന്നോട് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. ആമേൻ. വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കേൾക്കുന്ന വചനം ആര് വിശ്വസിച്ചാലും ഹല്ലേലൂയ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള ശക്തിയായി ഹല്ലേലൂയ ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാ, റീമയായി വെളിപ്പെടാൻ പോകുകയാ. കരമടിച്ചേ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 1-ാം അധ്യായം 16-ാം വാക്യം. ആമേൻ. അതെ, അത് ദുർബലവും ഉപയോഗശൂന്യവുമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ പറയുന്ന കാര്യമെന്നല്ല ഹല്ലേലൂയ ആ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ എന്ത് ചെയ്തത്, ഗ്രഹിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ഈ കാര്യം, ഏത് കാര്യം? പൗലോസ്ലീഹ ആമേൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കണ്ട യേശുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം ലജ്ജാകരമായതല്ല, അത് വിശ്വസിക്കും തോറും ശക്തിയായി വെളിപ്പെടും. ആമേൻ. അത് കുരുടൻ വിശ്വസിച്ചാൽ കുരുടന് കാഴ്ച അത് ഉണ്ടാകുന്ന പ്രോട്ടീനായി ഹല്ലേലൂയ ശക്തിയായി എനർജിയായി അവന് വെളിപ്പെടും. ഹല്ലേലൂയ. അവൻ അത് പൊട്ടൻ അല്ല, കേൾവിയില്ലാത്തവൻ കേട്ടാൽ ഹല്ലേലൂയ അവൻ കേൾക്കുന്ന വചനം ദൈവശക്തിയായി അവന്റെ കാത് തുറക്കും. ആമേൻ. അവൻ മുടന്തൻ അവൻ കേട്ടാൽ അവന്റെ മുടന്ത് മാറാനുള്ള എനർജിയായി അവന്റെ ബോഡി അവന്റെ അസ്ഥിയിൽ അവന്റെ മജ്ജയിൽ വ്യാപരിച്ച് അവന്റെ കാല് നിവരുന്നത്. ഹല്ലേലൂയ. അവൻ കൂനിയായ സ്ത്രീ ഇത് കേട്ടാൽ ഹല്ലേലൂയ അതെ കൂനിയുടെ ആ നിവര് ആമേൻ അതെ ആ കൂന് നിവരുന്ന് ആമേൻ ദൈവശക്തിയായി. ഹല്ലേലൂയ. ഈ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പോ ആമേൻ ചില ആമേൻ അതെ ഡോക്ടേഴ്സ് ആമേൻ ചില ക്യാപ്സ്യൂളുകള് ആമേൻ ചില ടോണിക്കുകള് ഒക്കെ കുടിക്കാറുണ്ട്. ഇതെന്തിനാ ഡോക്ടർ എന്ന് ചോദിച്ചാൽ പറയും പ്രോട്ടീന്റെ കുറവാ. ആമേൻ അതെ ബി കോംപ്ലക്സിന്റെ കുറവാ. ആമേൻ അതെ അതുകൊണ്ട് ഇത് ഒക്കെ കുറച്ച് കഴിച്ചാൽ നല്ലതായിരിക്കും. ആമേൻ. അപ്പോ ഇന്ന് രാത്രി ആമേൻ ആത്മീയമായി കുനിഞ്ഞിരിക്കുന്ന നിന്നെ ഹല്ലേലൂയ ആത്മീയമായി കാഴ്ചപ്പാടില്ലാത്ത നിന്നെ ആമേൻ ആത്മീയ ആമേൻ ഓളത്തിനകത്ത് കേൾക്കുന്ന ദൈവശബ്ദമില്ലേ, അത് കേൾക്കാൻ കഴിയാതെ ആമേൻ അതെ നിന്റെ കാത് അടഞ്ഞിരിക്കുന്ന ആ അവസ്ഥയുണ്ടല്ലോ, നല്ല വൈദ്യനാകുന്ന കർത്താവിന്റെ അടുത്തേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെല്ലണം. ഹല്ലേലൂയ. നമ്മുടെ കാതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നോക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ ഇട്ടെങ്കിൽ തിരിച്ചു നോക്കും. ശരിയാകുന്നില്ലെന്ന് കണ്ട പിന്നെ ENT ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് എവിടെയുണ്ടോ അവിടെ പോകും അല്ലേ. പല്ലിന് വേദന വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? പല്ലിന് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ അല്ലെ, ഗ്രാമ്പുവോ പിന്നെ മാവലയോ ഉപ്പോ ഒക്കെ വെച്ചൊക്കെ നോക്കും അല്ലെ. എന്നിട്ട് പറ്റുന്നില്ല എന്ന് കണ്ട പിന്നെ അടുത്ത എയ്ഡ് എന്താ, എന്തെങ്കിലും ഒരു വേദന സംഹാരി ഗുളികയൊക്കെ മേടിച്ചു നോക്കും. അതും കണ്ടില്ല എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് പോയി എന്ത് ചെയ്യും? അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യില്ലേ? ഹല്ലേലൂയ. അതെ, ഒരു കണ്ണിന് കാഴ്ച കുറവാന്ന് കണ്ട ആമേൻ ഐ സ്പെഷ്യലിസ്റ്റ് എവിടെയുണ്ടോ അവിടെ ചെന്നിട്ട് ആമേൻ ഞാൻ ഒരിക്കൽ പോയതാ. എങ്ങനെയാണെന്നറിയോ? ആമേൻ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ചെന്നപ്പോ ആമേൻ ആദ്യം 2 വീലറിന്റെ സമയത്ത് പോകണ്ടായിരുന്നു. ആമേൻ 4 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ആമേൻ വിശ്വാസത്താൽ എടുത്തത് കേട്ടോ, 4 വീലൊന്നും ഇല്ല. ആമേൻ അത് സമയമാകുമ്പോൾ കർത്താവ് തന്നെ ഓടിക്കും, പക്ഷെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിലേക്കുള്ള ലൈസൻസ് എടുക്കാത്തവർ ഇന്ന് രാത്രി ലൈസൻസ് എടുത്തോളാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വരാൻ സമയമായെന്നേ. ആമേൻ വിശ്വാസത്താൽ എടുത്തോണം. ഹല്ലേലൂയ. അതെ, ഞാനും ആമേൻ 4 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ചെന്നു. കൃപയാൽ ലൈസൻസ് കിട്ടി. ആമേൻ. അപ്പോ ആ ടെസ്റ്റിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ആമേൻ എന്നോട് പറഞ്ഞു ഒന്ന് പോയി കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആദ്യം അവർ വലിയൊരു അക്ഷരം കാണിച്ചു, പിന്നെ ഒരു ചെറിയ അക്ഷരം കാണിച്ചു, പിന്നെ അതിലും ചെറുത് കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങ് പോയി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് വായിക്കാൻ പറഞ്ഞു.
കൃപയാ വായിച്ചു കേട്ടോ. അതുകൊണ്ട് എക്സ്ട്രാ ലെൻസ് വെക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ആമേൻ. അതെ, കർത്താവ് ആമേന്റെ കൃപ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരം പിടിച്ചോണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ആമേൻ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് ആമേൻ ആർക്കെങ്കിലും തോന്നിയാൽ ഉടനെ എന്ത് ചെയ്യും? അതെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ ആമേൻ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നിടത്തേക്ക് ഓടും പരിഹരിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ഓടിയാൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഇരിക്കെടുത്തിരുന്ന സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ശക്തിയുള്ള ഉൾനട്ട ജീവന്റെ വചനം, അത് ക്യാപ്സൂളായി, അത് ടോണിക്കായി ആമേൻ നിനക്ക് കഴിക്കാൻ പറ്റുമോ? ആമേൻ, ഈ ആയുർവേദ ആമേൻ മെഡിസിൻ ഒക്കെ ഉണ്ടല്ലോ, ആമേൻ, ഈ ആയുർവേദ ടോണിക്കൊക്കെ കഷായം അല്ലേ, അയ്യോ, ആ ചില കഷായമൊക്കെ ആമേൻ ചിലര് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. മൂക്കും വായും ഒക്കെ, വായടച്ച പിന്നെ എങ്ങനെ കഴിക്കും? ആമേൻ. പിന്നെ ആമേൻ കണ്ണും പൊത്തി മൂക്കും പിടിച്ച് പിന്നെ രണ്ടുപേര് കയ്യേലും പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് കിടത്തിയിട്ട് വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. എന്തിനാ? രക്ഷപ്പെടണമെന്ന്. ഇന്ന് രാത്രി ജീവന്റെ വചനം നിന്നെ രക്ഷിക്കുവാൻ ഉള്ളതക്ക ജീവന്റെ വചനം അവൻ നിന്റെ അകത്തൊന്ന് കേൾപ്പിക്കാൻ, ഹല്ലേലൂയ, നിന്റെ അകത്തൊന്ന് എത്തിക്കാൻ, ഹല്ലേലൂയ, ഏത് മാർഗവും ആമേൻ സ്വീകരിക്കാൻ, ഹല്ലേലൂയ. നോക്കണേ, ആമേൻ, അതെ, യവനനോട്, ഹല്ലേലൂയ, ആമേൻ, അതെ, ഇത് ഒന്ന് പറയാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ എത്ര ബന്ധപ്പെട്ടെന്നറിയാമോ? എത്ര പോരാട്ടം കഴിച്ചെന്നറിയാമോ? ആമേൻ, ഇന്ന് രാത്രി നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി പിന്മാറ്റക്കാരനായിരിക്കുന്ന സ്നേഹിത, ആമേൻ, പാപിയായിരിക്കുന്ന സ്നേഹിത, രോഗിയായിരിക്കുന്ന മിത്രമേ, ഇന്ന് രാത്രി അത് നീ രോഗിയാണെങ്കിൽ നീ രോഗക്കിടക്കയിൽ നിന്ന് നിന്നെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കുവാനുള്ള എനർജിയായി, ശക്തിയായി ഈ കേൾക്കുന്ന വചനം നിന്റെ ശരീരമാസകലം വ്യാപരിക്കുവാൻ ശക്തിയുള്ളതാ. വിശ്വസിച്ചാൽ മാത്രം മതി. അയ്യോ, ബാങ്കിൽ ബാലൻസ് ഇല്ലെന്നേ, ATM വലിച്ച കാശൊക്കെ തീർന്നെന്നേ, ആയിക്കോട്ടെന്നേ, ഇന്ന് രാത്രി സൗജന്യമായി ലഭിക്കുന്ന രക്ഷ, ഹല്ലേലൂയ, തിരസ്കരിക്കാതെ ആമേൻ അതൊന്ന് ഉൾക്കൊള്ളാൻ നീ തയ്യാറായാൽ നാളുകളായി നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിച്ച് ആമേൻ ഇവിടം കൊണ്ട് തീരുന്നില്ലെന്നേ, ഇവിടം വിട്ട് നീ പോയി കഴിയുമ്പോൾ ആമേൻ നിത്യ അഗ്നിക്കകത്ത്, നിത്യനാശത്തിനകത്ത് ആമേൻ നീ എരിഞ്ഞ് തീരുന്നില്ല. അവിടെ കിടന്ന് നീ അയ്യം വിളിക്കാതിരിക്കണമെങ്കിൽ ആമേൻ എപ്പോഴും ആമേൻ സന്തോഷിക്കുവാൻ ഉതകുന്ന ആ സ്വർഗത്തിലേക്ക് നിനക്ക് എത്താനുള്ള വഴിയ ആമേൻ ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ, നമുക്കറിയാം, ആമേൻ, ഞാൻ താമസിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് നിന്ന് ഏതാണ്ട് 10-25 കിലോമീറ്റർ 30 കിലോമീറ്ററിന് അകത്ത് വരും ഞാൻ താമസിക്കുന്ന സ്ഥലം. ആമേൻ, ആ പാലക്കാട് ടൗണിലേക്ക് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോണമെങ്കിൽ ആമേൻ ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് ചലിക്കണ്ടേ, ഞാൻ കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേക്കണ്ടേ, അതിനാ ആരോഗ്യം വേണമെന്ന് പറയുന്നത് അല്ലെ. അപ്പോ നിന്റെ ഭൗതിക ശരീരം നീ കേൾക്കുന്നിടത്തേക്ക്, നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തപ്പെടണമെങ്കിൽ നിന്റെ കാല് കൊണ്ട് ഈ ശരീരം ഒന്ന് നിവർന്നു നിൽക്കണം, വേണ്ടേ? എന്നിട്ട് നിന്റെ ബുദ്ധി, നിന്റെ ജ്ഞാനം, നിന്റെ മെമ്മറി വർക്ക് ചെയ്താൽ മാത്രമേ നീ പാലക്കാട് ഉദ്ദേശിക്കുന്നിടത്ത് അല്ല, നീ ഉദ്ദേശിക്കുന്നിടത്ത് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആമേൻ നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ആമേൻ നിന്റെ മസ്തിഷ്കത്തിന് കുഴപ്പമുണ്ടെങ്കിൽ എഴുന്നേറ്റിട്ട് പിന്നെ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്ക് യാതൊരു ഐഡിയ ഉണ്ടാകത്തില്ല. നിന്റെ സകല കുറവുകളെയും പരിഹരിച്ച് നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ ഉള്ളത്ത ജീവന്റെ വചനം നിന്റെ കുറവുകളെ തീർത്ത് മുമ്പോട്ട് നയിക്കുവാൻ കഴിയുന്നതാ. ഇന്ന് രാത്രി ആമേൻ ഉളുക്കുള്ളവരും മുടന്തുള്ളവരും ആമേൻ കേൾവിയില്ലാത്തവരും ഒക്കെ ആമേൻ സൗഖ്യമാകുന്ന ജീവന്റെ വചനം, ഹല്ലേലൂയ. ആത്മീയ ഉൾക്കൊണ്ട പ്രശ്നം കേട്ടോ, ആത്മീയ കൂനണ്ട പ്രശ്നം കേട്ടോ, ആത്മീയ ആമേൻ അതെ മരണം സംഭവിച്ച ഭയങ്കര കുഴപ്പം കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന വചനം നിന്റെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തുന്നതാ, ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യൻ ഒന്ന്
ബലപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന, അല്ലെ, പൗലോസിനോട് ചോദിച്ചാൽ അവര് എന്റെ ശരീരത്തെ അടിച്ചു, കാലും കയ്യും ആമത്തിലിട്ട് എന്ത് ചെയ്തു, പൂട്ടി. പക്ഷെ അകത്ത് പ്രാപിച്ച ഒരു ആത്മ മനുഷ്യനുണ്ട്. അത് ശക്തിയുള്ളതായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ആരാധിച്ചപ്പോ, ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചപ്പോ അത് ഞങ്ങളെ പൂട്ടി അകത്തിട്ടവന്മാരുടെ അകത്ത് എന്ത് ചെയ്തു, വെപ്രാളം പിടിച്ചു. ആമേൻ. ആ വെപ്രാളത്തിലാ ചോദിച്ചത്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ ബന്ധിച്ച്, അതെ, നിന്റെ ഭൗതിക നന്മയെ ബന്ധിച്ച്, നിന്റെ മക്കളെ ബന്ധിച്ച്, നിന്റെ സന്തോഷത്തെ കവർന്നെടുക്കുവാൻ നോക്കുന്ന ദുഷ്ട പിശാചിന്റെ മുമ്പിൽ അവരുടെ തന്ത്രങ്ങളുടെ, അവരുടെ മന്ത്രങ്ങളുടെ, അവരുടെ ആഭിചാരത്തിന്റെ, അവരുടെ ശുദ്ര പ്രയോഗത്തിന്റെ മുമ്പിൽ നിന്നെ സ്വതന്ത്രനാക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി നീ ആരാധിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സുവിശേഷം ആമേൻ പ്രസംഗിക്കുവാനുള്ള എന്റെ ഉത്സാഹത്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ആരംഭിച്ചവനാണ്. ആരാ പറഞ്ഞത് തീർന്നെന്ന്? ലോകം പറഞ്ഞു. ഹല്ലേലൂയ. ഇനി രക്ഷപ്പെടത്തില്ല. ലോകം പറഞ്ഞു ഇനി തലമുറ ഉണ്ടാകത്തില്ല. എന്നാൽ അവിടെ തുടക്കം കുറിച്ചവരാ. ഇന്ന് രാത്രി നിന്നെ നോക്കി തീർന്നു എന്ന് പറയുന്നവരുടെ മുമ്പിൽ തുടക്കം കുറിക്കുന്നവനാണ് സ്വർഗം. അവന്റെ വചനമാ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ ദൈവശക്തിയായി വെളിപ്പെടുവാൻ പോകുന്നത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. രക്ഷയുടെ ഏക മാർഗമാണിതെന്ന് ഇത് കേട്ട ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ വീണ് കിടന്ന പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി. ഇന്ന് രാത്രി ശൗലിനെ പൗലോസാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാനയച്ച യേശു കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്നെയും സന്ദർശിച്ച് അവന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തുവാൻ അവന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതെ, കച്ചകെട്ടി ആ മാർഗം സ്വീകരിച്ചവരെ വീടാന്തരം കയറി ഇറങ്ങി കൊന്നു മുടിച്ച് വാണ് ഭരിക്കാൻ വേണ്ടി വ്യാമോഹിച്ച് നടന്നവനായിരുന്നു ശൗല്. ആ ശൗലേ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ടവൻ. ഇന്ന് രാത്രി ചില സമർപ്പണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്നത്. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന വചനം ദൈവത്തിന്റെ വചനമായതുകൊണ്ട് അത് വെറുതെ പോകത്തില്ല. അത് ചെല്ലുന്നെടുത്ത് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടേ മടങ്ങി വരത്തുള്ളൂ. സ്വതന്ത്ര ഹല്ലേലൂയ. ആമേൻ. അതെ, സുവിശേഷം ഹല്ലേലൂയ. അതെ, രക്ഷയുടെ ഏക മാർഗമാണിത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഏക ശക്തി ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ക്ഷമിക്കാൻ. ആമേൻ. നോക്കണേ, ഈ ദൈവ വചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവശക്തിയായി പരിണമിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം അവനോടുള്ള ബന്ധത്തിൽ അവന്റെ സകല പാപവും എന്ത് ചെയ്യാണ്? ക്ഷമിക്കുക. നോക്കുക. അപ്പോ രക്ഷയുടെ ഏക മാർഗമാണിത്. ഈ മാർഗത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി എന്ത് ചെയ്യും? വെളിപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ഏക ശക്തി മനുഷ്യനോട് ക്ഷമിക്കുവാനും അവന്റെ സ്വഭാവത്തെ മാറ്റുവാനും അവരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോകുവാനും ശക്തിയുള്ളതും ഫലപ്രദവുമായി വെളിപ്പെടുന്നതുമാണ് ഈ സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആ നരകത്തിലേക്ക് വലിക്കുന്ന പാതാള ഗോപുരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷം, ഈ ജീവന്റെ വചനം നീ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിന്റെ അകത്തൊരു മാറ്റം വരുത്തി ഹല്ലേലൂയ നിന്നെ ടോട്ടലി ചേഞ്ച് ആക്കി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ നീ കേട്ടു
കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, ആമേൻ. അതെ, രക്ഷ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ എഴുതിയ ആമേൻ ഒരുപാട് വചനങ്ങളുണ്ട് ആത്മാവിന്റെ നിറവോടെ. എന്നാൽ ഇന്ന് രാത്രി 3-ാം അധ്യായം 24-ാം വാക്യത്തിലൂടെ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന്റെ കൃപയായ ഹല്ലേലൂയ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നോക്കണേ, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപികളായി ശാപത്തിന്റെ കീഴിലായി കഷ്ടവും വേദനയും നിന്നയും പഴിയും ദുഷിയും ഒക്കെ സഹിച്ച് ആമേൻ തകർന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് അനേകര് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ഇറങ്ങി വന്നവന്റെ കൃപയാൽ ഹല്ലേലൂയ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം ഹല്ലേലൂയ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ കോടതിയിൽ കയറി ഇറങ്ങുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ, എത്ര പേരാണ് നീതിക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നത്? മരിച്ച് മണ്ണോട് മണ്ണായിട്ടും ചില കേസുകൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ആമേൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ, ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എന്നെയും നിങ്ങളെയും നീതിമാനാക്കുവാൻ വേണ്ടി ലോകത്തിൽ ആമേൻ പിതാവായ ദൈവം തമ്പുരാൻ അയച്ച ദൈവപുത്രനായ ക്രിസ്തു യേശു എന്റെയും നിങ്ങളുടെ ശാപത്തിനു വേണ്ടിയാണ്, പാപത്തിനു വേണ്ടിയാണ്, വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ, ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടത് ആമേൻ ക്രിസ്തുയേശുവിലൂടെയാ. അത് സൗജന്യമായിട്ട് ആമേൻ ഇന്ന് രാത്രി നീതീകരിക്കപ്പെട്ടവർ ഈ ലൈവിൽ എന്നോടൊപ്പം ആമേൻ ഉണ്ടെങ്കിൽ ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അല്ലെ, അബ്രഹാം ഹല്ലേലൂയ വിശ്വസിച്ചത് അത് അവന് നീതിയായി കണക്കാക്കി. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, നീ നീതിമാനായി മാറും. ആരെയാ വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഭർത്താവിനോട് സമാധാനമുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഭാര്യയോട് സമാധാനമുള്ള എത്ര പേരുണ്ട്? മക്കളോട് സമാധാനമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ചില വീട്ടില് മക്കളെ കാണുമ്പോ കലി കയറി, ചില വീട്ടില് ഭർത്താവ് കയറി വരുന്നത് കാണുമ്പോ ഭാര്യ സമാധാനക്കേടാ. കേട്ടിട്ടുണ്ടെന്ന് അങ്ങനെ. ചില വീട്ടില് ഭാര്യ വരുന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സമാധാനം പോയി. ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ തിരുവെഴുത്ത് ആമേൻ വിശ്വസിക്കുന്ന കുടുംബജീവിതത്തിനകത്ത് യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് മധ്യപുസ്തകമായ കാവ്യപുസ്തകം എന്നറിയപ്പെടുന്ന സങ്കീർത്തനം 128 1 മുതൽ വായിക്കണം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ചൊറുങ്ങണം പോലെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നല്ല. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. അയ്യോ, ഇത് പറയുമ്പോ ചിലർക്കൊക്കെ ഭയങ്കര ദേഷ്യം എന്നോട്. എന്താ, ഭാര്യ ഇന്നിപ്പോ എവിടെയോ ഏതോ സ്ഥലത്താ, അവർക്കിത് കേൾക്കുമ്പോ എന്താവും? വീട്ടിനകത്ത് ഭാര്യ ഇരിക്കുന്നു പറയുമ്പോൾ ആമേൻ ഇപ്പോ ജോലി സ്ഥലത്തിരിക്കുന്ന ഭാര്യയെ കുറിച്ച് ചിന്തിക്കുന്നവർ ഇത് ഉൾക്കൊള്ള. ഞാന് ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനമാ പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് വലിച്ചൊടിച്ച് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ലല്ലോ.
യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചപ്പോ പിന്നെ ആമേൻ എന്റെ കുടുംബത്തില് എന്റെ അനിയനെ പറഞ്ഞ കുഴപ്പമില്ലല്ലോ, അനിയന്റെ ഭാര്യ കൂടെ ഉണ്ട്. ആമേൻ ഇനിയിപ്പോ ആരെയാ എന്റെ റിലേഷനിൽ പെട്ട ഒരാളുടെ ഭാര്യ വേറെ എവിടെയല്ലുവാ. ആമേൻ അപ്പോ ആമേൻ കേട്ട് കഴിയുമ്പോ എന്റെ സ്വത്രം വരത്തില്ല. എന്താ പറയും? സ്വത്രം പോട്ടെ. അപ്പോ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ഒരു കടുങ്കാപ്പി കിട്ടാൻ കൊള്ളാമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ആമേൻ കുഞ്ഞുനാളിൽ അമ്മ എന്ത് ചെയ്തേനെ? ചായ തരുവായിരുന്നു, കടുങ്കാപ്പി തരുവായിരുന്നു. മക്കളെ എഴുന്നേക്കടാ മോനെ കുടിക്കടാന്നൊക്കെ പറഞ്ഞല്ലേ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ നായവനേ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ ആശ്വാസമില്ലാതിരുന്നപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നു കരഞ്ഞപ്പോ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഇന്ന് രാത്രിയിലും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ആശ്വാസമായി നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല നാഥൻ. അണക്കമില്ലാത്ത ഒരു സ്വത്രം പറ. ഹല്ലേലൂയ. ജോലിക്ക് പോകരുതെന്നോ ആമേൻ സമ്പാദിക്കരുതെന്നോ ആമേൻ പരസ്പരം ധാരണയോടുകൂടെ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുമ്പോഴല്ലാതെ മാറിയിരിക്കരുതെന്നോ സ്വത്രം പറ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇത് പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ളതാണ് മെയിൻ. ഹല്ലേലൂയ. ഇത് പാസ്റ്റർമാരോടുള്ള ദൂത. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയവരാണോ? നിന്നോടുള്ള ദൂത. പ്രാർത്ഥനയ്ക്ക് അവസരം അല്ലാതെ എന്ത് ചെയ്യരുത്? ഭാര്യ ഭർത്താക്കന്മാർ ലെഫ്റ്റായി പോയാലും കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വരാൻ സമയമായെന്ന്. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായി ഓരോ ഭവനങ്ങളും മാറ്റപ്പെടണം. അത്താച്ചൻ ജോലിക്ക് പോയപ്പോ അമ്മാമ ഇച്ചിരി അശ്രദ്ധയിലിരുന്ന സമയത്താണ് പ്രലോഭനവുമായി മറ്റവൻ വന്നത്. ആ പ്രലോഭനത്തിൽ വീണുപോയി കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് തന്റെ അഭിഷക്തനിലൂടെ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുമ്പോഴല്ലാതെ എന്ത് ചെയ്യരുത്? മാറി ഇരിക്കരുത്. ഹല്ലേലൂയ. കുഴപ്പമുണ്ട് കേട്ടോ. സ്തോത്രം. എന്നിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കൃപ. സ്തോത്രം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് എന്തുണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് പലർക്കും ദൈവമുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷെ ഈ സമാധാനം എന്ന് പറയുന്ന ഒന്നില്ല. എന്താ കാര്യം? ഒരു പുതിയ വിശുദ്ധ ജീവിതം. ആമേൻ. അതെ, മഹത്വകരമായ ഒരു ജീവിതം. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ പോലെ ആമേൻ നിർമ്മിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കാര്യം മനസ്സിലായി? അതിപ്പോ എവിടെ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം മുൻകണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും
ദൈവം പടിപടിയായി എന്ത് ചെയ്യുക? കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെ? അവൻ മുൻ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുന്നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മഹത്വമായവൻ, മഹത്വം ഉപേക്ഷിച്ച് ഒരു ദാസനായി, ഒരു മനുഷ്യനായി നാടെന്ന് നന്മ ചെയ്ത് ആലംബഹീനർക്ക് ആശ്വാസമായി, രോഗികൾക്ക് സൗഖ്യവും വിടുതലും നൽകി, അർദ്ധപ്രാണനായി കിടക്കുന്നവന് തന്റെ കയ്യിലിരുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് തന്റെ വാഹനത്തിലെടുത്ത് വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. നോക്കിക്കേ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വരൂപമായി ഈ ഭൂമിയിലായിരിക്കുമ്പോ ജീവിക്കുകയോ, ഈ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറത്തേക്ക് അവൻ തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ അവന്റെ വരവിങ്കൽ അവന് മടങ്ങിയവര് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾ തേജസ്കരിക്കപ്പെടും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇതെല്ലാം ഒരു ദൈവവൈതലിൽ സംഭവിക്കുന്നത് ഏക ശക്തി, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ. അത് കേൾക്കുന്നതിലൂടെ, അത് വിശ്വസിക്കുന്നതിലൂടെയാണ്. ഇന്ന് രാത്രി മനസ്സിലായവർ മാത്രം ഒരാമേൻ പറയുക, സ്തോത്രം, എന്നിട്ട് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം, മറ്റൊരുത്തിനും രക്ഷയില്ല. അതിനർത്ഥം എന്താ? വേറെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലായിരുന്നല്ലോ. സ്നേഹിത, കൂടപ്പറപ്പേ, മിത്രമേ, കാലം കുറെ ആയില്ലേ? ആമേൻ. ഒരുപാട് കുറുക്കു വഴിയിലൂടെ ഒക്കെ പോയി നോക്കിയില്ലേ? ഇന്ന് രാത്രി അവസാനിപ്പിക്ക്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഇല്ലേ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലായിരുന്നു. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ എല്ലായ്പ്പോഴും, ആമേൻ, എല്ലായിടത്തും തന്റെ പ്രസംഗത്തിലും തന്റെ എഴുത്തിലും തന്റെ ലേഖനത്തിലും ഇത് ആവർത്തിച്ച് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരും കർത്താവായ യേശു എല്ലായ്പ്പോഴും ചെയ്തതുപോലെ, ഹല്ലേലൂയ, രക്ഷ വിശ്വാസത്താലാണ് എന്നാണ്, ആമേൻ, അതെ, അവരൊക്കെ ആത്മനിറവിൽ പ്രസംഗിച്ചത്. ഇന്ന് രാത്രിയിലും രക്ഷ വില കൊടുത്ത് കിട്ടത്തില്ലെന്നേ ശമരിയക്കാരി സ്ത്രീയുടെ മുമ്പിൽ യേശു കർത്താവ് നിന്നിട്ട് പറഞ്ഞു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, അതെ, രക്ഷ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ നീ ആരാധിച്ചോ. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ അതെ അതിജീവിക്കുവാനുള്ള ഉയരത്തിലെ അഭിഷേകം നിന്റെ മേൽ വരുവാൻ തക്കവണ്ണമിടയായി തീരും. ഇന്ന് രാത്രി മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഏത് മല കയറുന്നെങ്കിലും കേറിക്കോ. ഹല്ലേലൂയ. മോറിയ മലയില് അബ്രഹാമിനോട് കേറാൻ പറഞ്ഞു. അബ്രഹാം കേറിയിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി ഇറങ്ങി വന്നു. ഇന്ന് പലരും കേറുന്നുണ്ട്, പോയതുപോലെ തിരിച്ചു വരാൻ പറ്റുന്നില്ല. പലരും പോയിട്ട് പാതി വഴി നിലയ്ക്കുകയാ, പലരും അവിടെ തീരുകയാ. ഇന്ന് പകൽ നീ ഇറങ്ങി തിരിച്ച് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിനെന്നുള്ള അതേ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും സ്നേഹിത, സ്വർഗം നിന്നെ സ്നേഹിക്കുന്നു. നീ അഭിമുഖീകരിക്കുന്ന ആ ശാപത്തിന്റെ, ആ പാപത്തിന്റെ അനന്തര ഫലം അതെ നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനകത്ത് നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുവാൻ ശക്തിയുള്ള ഉൾനട്ട ജീവന്റെ വചനം നീ ഇരിക്കുന്നിടത്തിരുന്ന് കേൾക്കുവാൻ സ്വർഗം അവസരം തരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ നിമിഷത്തിൽ നീ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിനകത്ത് നിന്ന് നിനക്ക് വിടുതൽ നൽകാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശു അവരെ പഠിപ്പിച്ചത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്നത്. ആമേൻ പറയാമോ? ആമേൻ. സ്വർഗാരോഹണത്തിന് മുമ്പ് ആമേൻ അവന്റെ അടുത്ത് വന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
സ്നാനപ്പെടുത്തി എന്നോട് കേട്ടത് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ പ്രമാണിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ആമേൻ. എന്താണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അങ്ങനെ പറയുവാൻ ഇടയായിത്തീരുന്നത്? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ തന്നെ വഴി. വേറെ വഴി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ പറയുമോ? ഒറ്റ വഴിയുള്ളത്, സ്വർഗത്തിലേക്കുള്ള വഴി. ഇന്ന് രാത്രി നിത്യജീവൻ അവകാശിയാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്കില്ലെങ്കിലും നിന്നെ ഈ ഭൂമിയിൽ ഉരുവാക്കിയ സ്വർഗത്തിലെ ദൈവത്തിനുള്ളത് കൊണ്ടാ ഇന്ന് രാത്രിയിലും ഇത് കേൾക്കുവാൻ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് കേൾക്കുവാൻ ഇങ്ങനെ ഒരു ക്രമീകരണം ദൈവം ചെയ്യുവാനായിട്ട് എന്റെ അകത്ത് പ്രേരണ തന്നത്. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആമേൻ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ അരികിലേക്ക് എത്തുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹമില്ലാത്ത ആരുമില്ലാതില്ല. കാരണം ആമേൻ, വേദന എന്ന് പറയുന്നത് ഒന്ന്, അത് മാനസികമോ ശാരീരികമോ ഉണ്ടായാൽ ഭഗവാനേ എന്ന് വിളിക്കാറില്ലേ? യേശുവേ എന്ന് വിളിക്കാറില്ലേ? ഓരോരുത്തരും എങ്ങനെയാണോ ശീലിച്ച് ആ നിലയിൽ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? എന്റെ പ്രാപ്തി കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ പണം കൊണ്ട് എനിക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചതല്ല എന്റെ കയ്യിൽ നിന്ന് ആമേൻ വിട്ടു അതേ പോകുന്നുവെന്ന് തോന്നുമ്പോഴാണ് അല്ലേ സ്വർഗത്തിലേക്കുള്ള ഏക വഴി. ആമേൻ. അതെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ദിവ്യ സമാധാനം വേണോ? ദൈവികമായ പരിഹാരം വേണോ? ശാശ്വത പരിഹാരം വേണോ? ഹല്ലേലൂയ, ആമേൻ. അതെ, ദൈവിക സമാധാനം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർ, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഏക വഴിയായ ക്രിസ്തുവിലൂടെ വഴി. അവൻ പലരുടെയും ഇടയിൽ ഒരു വഴിയല്ല. അവർ പലരുടെയും ഇടയിൽ ഒരു വഴിയല്ല, ഒരേ ഒരു വഴി. അവിടുത്തെ ശിഷ്യന്മാരല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കുള്ള ഏക മാർഗം അവനാണെന്ന് തർപ്പിച്ചു പറഞ്ഞു. പൗലോസ് അവിടത്തേക്കുള്ള വഴിയല്ല, പത്രോസ് അവിടത്തേക്കുള്ള വഴിയല്ല, ബർന്നബാസ്, ശീലാസ്, ഇനി എസ്ട്ര ആരും ആകട്ടെ, അവിടേക്കുള്ള വഴിയല്ല. അവിടേക്കുള്ള ഏക വഴിയായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ആക്കി വെച്ച അഭിഷക്തന്മാരാണെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവനോട് സത്യസന്ധത പുലർത്താം. അവിടുത്തെ ശിഷ്യന്മാർ പഠിപ്പിച്ചത് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പറയാൻ സന്തോഷമുള്ളവർ ഒരാമേൻ കമന്റ് ചെയ്തിട്ട് കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കേട്ടോ, പൗലോസിൽ വിശ്വസിക്കുന്നവനല്ല. ചിലര് പറയാറുണ്ട്, എനിക്ക് ആ പാസ്റ്ററെ ഭയങ്കര വിശ്വാസമാണ്. സോറി, നല്ലതാണ്. എനിക്ക് ആ സെന്ററിന്റെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ആ പ്രസ്ഥാനത്തെ ഭയങ്കര വിശ്വാസമാണ്. ചിലർ പറയാറില്ലേ, എനിക്ക് ആ ഡോക്ടറെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ആ കൂട്ടുകാരന് ഭയങ്കര വിശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ യേശു കർത്താവ് തെരഞ്ഞെടുത്ത അഭിഷക്തന്മാരോട് പറഞ്ഞു, ഞാനാ വഴി, ഞാനാ സത്യം, ഞാനാ ജീവൻ. ലോകത്തൊക്കെ പോയി നിങ്ങൾ എന്റെ സാക്ഷ്യം വഹിക്കണം. ഹല്ലേലൂയ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല.
ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി അതുകൊണ്ടാ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയായി എന്ത് ചെയ്യാണ്? വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. തിമോഥെയോസിന്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൽ എഴുതിയ ഒരു കാര്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആമേൻ പറയാമോ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇന്ന് പകൽ, ഈ രാത്രി പ്രശ്നപൂരിതമായ ലോകത്ത് മധ്യസ്ഥത വഹിക്കുന്നതിന്റെ കാര്യം ഞാൻ പറയാതെ അറിയാലോ. രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായാൽ ഇടയിൽ വന്ന് നിൽക്കുന്നവനാണ് മധ്യസ്ഥൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് സ്റ്റേഷനിലേക്ക്, കോടതിയിലേക്ക് ആമേൻ ഓടുകയാണ്. എന്ത് മധ്യസ്ഥത വെക്കുകയാണ്, അല്ലെ? ഇന്ന് രാത്രി ആമേൻ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഇന്ന് രാത്രി രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യ, നീ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം വഹിച്ച് അതേ പരിഹാരം നൽകുവാൻ ശക്തനായവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമമായവൻ യേശു. ഹല്ലേലൂയ. യേശുവിന്റെ ഈ പഠിപ്പിക്കലിനെ അക്കാലത്ത് ജീവിച്ചിരുന്ന പലരും എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്ന് രാത്രിയിലും ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. ഹല്ലേലൂയ. ഇഷ്ടപ്പെടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷേ ഇഷ്ടപ്പെടാതിരിക്കുന്നതിന്, ഹല്ലേലൂയ, സുവിശേഷത്തിന് ഒരു കുറവും വരുന്നില്ല, അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് വളച്ചൊടിക്കാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ മനസ്സ് വെക്കുന്നില്ല. പുരിയതാ കുടി കിട്ടിയവർ ആ കരപടിച്ചത് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇത് ഇഷ്ടപ്പെടാൻ തീരുമാനിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. കാരണം യേശു സത്യമാണ്, അവൻ നുണ പറയുന്നില്ലെന്ന്. അനന്യാസും സഫീറും നുണ പറഞ്ഞു കേട്ടോ. ആർക്കെതിരെയാ? പരിശുദ്ധാത്മാവിനെതിരെ. രജിസ്റ്ററിൽ പേരുണ്ടെന്ന് സഭയ്ക്കകത്ത്. ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്ന കണക്ക് സഭയ്ക്കകത്തുണ്ടെന്ന്. വ്യാജം കാണിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോ മറുപടി ഇല്ലതാ കിടക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് അവൻ വെളിപ്പെടുത്തി. എങ്ങനെയാ? ജീവിതത്തിലൂടെ. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആത്മീയ ജീവിതം ലഭിക്കാം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഹല്ലേലൂയ ആ കർത്താവിനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആ കർത്താവിനോട് പറ്റിച്ചേരേണ്ടിയിരിക്കുന്നു. അവന്റെ നാമത്തെ അറിയേണ്ടിയിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഇല്ല. ആമേൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായി അവന്റെ നിത്യത നഷ്ടപ്പെടും. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ ഏക സത്യ ദൈവത്തിന്റെ അരികിലേക്കുള്ള ഹല്ലേലൂയ ഏക മാർഗം, ദൈവജനത്തിന് ഏക ഇടയനായ വാതിലായ യേശു കർത്താവിനെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കുന്നതിൽ ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും അത് ദൈവശക്തിയാണ്. ഇന്ന് രാത്രി ആവർത്തിച്ച് നിന്റെ കാതിൽ ഇത് കേൾപ്പിക്കുന്നത്, അതെ, നീ കിടക്കുന്ന കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ളവനാ എന്റെ യേശു. 38 വർഷം അതെ സൗഖ്യമാകുന്നത് കണ്ടിട്ട് കൊളക്കരയിൽ കിടക്കുന്ന ആമേൻ രോഗിയോട് ചോദിച്ചതാ, നിനക്ക് മനസ്സുണ്ടോന്നാ? ഹല്ലേലൂയ. ആമേൻ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഒരാടായി, ഒരാത്മീയനായി, ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ഭക്തന്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ പറയാമോ?
എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് എല്ലാ മേഖലയിലും, ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ആത്മീയമായി ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ, അതെ, സമ്പന്നനായവൻ ദരിദ്രനായി ഈ ലോകത്തിലേക്ക് വന്നത് നീ എന്നും ദരിദ്രനായി കിടക്കുവാൻ അല്ല സ്നേഹിത, സഹോദര, സഹോദരി, കൂടപ്പറപ്പേ, മിത്രമേ. ഇന്ന് രാത്രി അവൻ സമൃദ്ധി, ആമേൻ, നിങ്ങൾക്ക് നൽകുവാൻ ശക്തനാണ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാകും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. അവൻ ആരാണെന്നും, ഹല്ലേലൂയ, ആമേൻ, അവൻ എവിടെ നിന്ന് വന്നെന്നും എന്തിനു വേണ്ടി വന്നുവെന്നും, ഹല്ലേലൂയ, അറിഞ്ഞ്, ആമേൻ, അവനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം, ഇടയാകുവാൻ തക്കവണ്ണം അതെ നൽകിയിരിക്കുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഹല്ലേലൂയ. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാൻ അത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ലോകത്തിലായിരിക്കുന്ന സ്നേഹിത, നിന്നെ രക്ഷിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ആമേൻ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ആമേൻ. ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചു എന്ന് ഒക്ടോബർ 2-ാം തീയതി അല്ലേ? ഇനി നവംബർ, ഡിസംബർ 25 ആകുമ്പോഴത്തേക്ക് വീടിന്റെ മുമ്പുകൾ സ്റ്റാറുകൾ ഇങ്ങനെ തെളിയാൻ തുടങ്ങും. എന്താ സൂചിപ്പിക്കുന്നത്? ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചപ്പോ, ആമേൻ, ജനിച്ചു എന്നുള്ള ഒരു സിഗ്നല്, ആമേൻ, ആട്ടിടയന്മാർക്ക് കിഴക്ക്, ആമേൻ, കണ്ട നക്ഷത്രത്തെ, അല്ലെ, ഹല്ലേലൂയ, അവര് ഫോളോ ചെയ്തു. അതിന്റെ സിമ്പലായിട്ട്, അതിന്റെ സൂചനയായിട്ട്, ആമേൻ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, വീടുകളിലെല്ലാം സ്റ്റാർ എന്ത് ചെയ്യാൻ പോവാ? തൂങ്ങാൻ പോവാ. അങ്ങനെ ആണ്ടിലൊന്നും സ്റ്റാറുകൾ എന്ത് ചെയ്തില്ല? വിദ്വാൻമാർക്ക് വേണ്ടി ഇങ്ങനെ പോയില്ല. ഒരിക്കൽ മാത്രം യേശു കർത്താവ് ജനിച്ചപ്പോ മാത്രമേ സ്റ്റാർ എന്ത് ചെയ്തുള്ളൂ. മനസ്സിലായവർ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ അന്ന് കണ്ട സ്റ്റാർ പിന്നെ ആണ്ടിൽ ഇങ്ങനെ പൊങ്ങുന്നതും പൊക്കുന്നതും കണ്ടിട്ടല്ല, അന്ന് കണ്ട സ്റ്റാർ, ആമേൻ, അവൻ വളർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 33 തിരുവയസ്സ് വരെ അവൻ സ്റ്റാറായി തന്നെ. ഹല്ലേലൂയ. അവിടുന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റ് സ്റ്റാറായി പോയി. അവനെ പോലെ സ്റ്റാറായി ഇവിടെ ജീവിച്ച ആരുമില്ല. അതെ, അതുകൊണ്ട് സീറോയിൽ കിടക്കുന്ന നിന്നെ, ആമേൻ, ഹീറോയാക്കി മാറ്റുവാൻ കഴിവുള്ളവൻ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവരാ. അതുകൊണ്ട് സീറോയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നവർ ഹീറോയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന അതേ രക്ഷയുടെ സന്ദേശം തിരസ്കരിക്കാതെ അംഗീകരിക്കാൻ തയ്യാറാകൂ. വിശ്വസിക്കുന്ന നിന്റെ മേൽ അത് ദൈവശക്തിയായി, രോഗമാണോ, കഷ്ടമാണോ, വേദനയാണോ, പ്രതികൂലമാണോ, തകർച്ചയാണോ, ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, ദൈവശക്തിയായി വെളിപ്പെടും. അനവധി നിരവധി അതെ അനുഭവങ്ങൾ പറയുവാനുണ്ട്. സത്യവേദ പുസ്തകത്തിനകത്ത് അഭിഷക്തന്മാരുടെ അനവധി നിരവധി ഉദാഹരണങ്ങളുണ്ട്. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഞാൻ ആമേൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ മഹത്തായ വാക്കുകളിൽ ഒന്നാണ് രക്ഷ. ഹല്ലേലൂയ. അതിനകത്ത് പാപമോചനം,
ആമേൻ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി ചിലരുടെ പാപത്തെ കടിച്ചുമപ്പായിരിക്കുന്നതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനം. സ്നേഹിത, നീ പാപിയായി തകരുവാൻ പിശാച് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ബന്ധനത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവൻ യേശുവാണ്. ആമേൻ. അവന്റെ രക്തം അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും എന്ത് ചെയ്യണം? പ്രസംഗിക്കുകയും വേണം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ സാഹചര്യത്തിൽ, ഈ ലൈവിൽ, ഈ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തത്തക്ക വിധത്തിൽ ആമേൻ നിന്ന് ലജ്ജയില്ലാതെ എന്റെ യേശുവിനെ കുറിച്ച് ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ നാമത്തിൽ എന്തുണ്ട്? മാനസാന്തരവും പാപമോചനവും ഉണ്ട്. ഹല്ലേലൂയ. അത് യെരുശലേം തുടങ്ങി സകല ജാതികളിലും എന്ത് ചെയ്യണം? പ്രസംഗിക്കും. ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള മോചനം. ആമേൻ. എങ്ങനെ ഒരു മനുഷ്യന് ലഭിക്കുന്നത്? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആമേൻ. ഞാനാണ് വഴി, ഞാനാണ് സത്യം എന്ന് പറഞ്ഞ യേശുവിനെ കുറിച്ച് കേൾക്കണ്ടേ? ആമേൻ. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവർ കേൾക്കുന്ന കാര്യം വിശ്വസിക്കാൻ തയ്യാറായാൽ വിശ്വസിക്കുന്നത് ഇത് ദൈവശക്തിയായി വെളിപ്പെടും. അന്ന് യേശു ആമേൻ ആമേൻ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. ശരിയല്ലേ? വാഗ്ദത്ത സന്തതിയല്ലേ? ദാസിയുടെ മകനല്ലല്ലോ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുമായി യേശുവിന്റെ കാലത്ത് യേശുവിനോട് ചോദ്യം ചെയ്തതുപോലെ ഇന്ന് രാത്രിയിലും ചില ചോദ്യങ്ങൾ നിന്റെ അകത്ത് പൊന്തി വരുന്നുണ്ടെങ്കിൽ കുഞ്ഞെ, ആമേൻ, അതൊക്കെ അവിടെ കാത്തു വെച്ചിട്ട് നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഉൾനട്ട ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ, ആമേൻ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് രക്ഷ പ്രാപിപ്പാൻ നീ കേൾക്കുന്ന സന്ദേശം ഉതകുന്നതാകയാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. അതിനേശു ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനല്ല പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ ആകും. ഹല്ലേലൂയ. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇന്നും ഇന്ത്യയിലുള്ള ജനത്തിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഹല്ലേലൂയ. ഉത്തരം അവരവന് തന്നെ പറയണം. ഹല്ലേലൂയ. മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ കണ്ണീരും ദുഃഖവുമായി കഴിയുന്ന ആയിരക്കണക്കിന് ജനസമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. ഹല്ലേലൂയ. നീതിമാന്മാരായി അതേ കണക്കാക്കപ്പെടുന്ന ആമേൻ ഒരു ദൈവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് നീതിമാന്മാരായി ദൈവം ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ കണക്കാക്കുന്നത്? പിതാവായ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയച്ച പുത്രനായ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശിലെ മരണത്തിൽ വിശ്വസിച്ച് ദൈവവൈതലായി മാറ്റപ്പെടുമ്പോൾ ആ വ്യക്തിയെ നീതിമാന്മാരായി കണക്കാക്കും. ഹല്ലേലൂയ. നിത്യജീവൻ ആമേൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ പ്രാപ്തിയുള്ളതാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ആ ദൈവ നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടി.
ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അവനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടും. സ്നേഹിത, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിശ്വസിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിനക്കും ഈ രക്ഷ സൗജന്യമായി അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എങ്ങനെ? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ഹല്ലേലൂയ. കൃപയാലല്ലോ ഞാനും നിങ്ങളും വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് ഞാനും നിങ്ങളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. കാരണം ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന്റെ സുവിശേഷം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. പാപമറിയാത്ത യേശു ക്രിസ്തു, അതെ, നമ്മുടെ പാപങ്ങൾക്ക് പ്രതിഫലം നൽകിയത് സന്തോഷകരമായ അനുഭവമല്ലേ? സന്തോഷം നിറഞ്ഞ വാർത്തയല്ലേ? അതിനാൽ എനിക്കും നിങ്ങൾക്കും അനുരഞ്ജനം ചെയ്യാനും ദൈവവുമായി കൂട്ടായ്മ ആമേൻ കൂടുവാനും, അതെ, കൂട്ടായ്മ കഴിക്കുവാനും ആമേൻ ഇടയാകണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആകയാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആമേൻ എന്റെയും നിങ്ങളുടെ വിശ്വാസം ആമേൻ പ്രകടിപ്പിക്കുകയും ആമേൻ അങ്ങനെ ദൈവമക്കളായി തീരുകയും ഹല്ലേലൂയ ചെയ്യുന്നത് സന്തോഷകരമായ അനുഭവമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ ആ ദാനം, ആ വാഗ്ദാനം ഹല്ലേലൂയ സ്വീകരിക്കുവാൻ അവസരമുണ്ടാകും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുവാൻ തക്കവണ്ണം എത്ര പേർക്ക് കഴിയും? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ. തീർച്ചയായും വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ ഇത് രക്ഷ ലഭിക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തിയായി വെളിപ്പെടുന്നത് കൊണ്ട് ഹല്ലേലൂയ തന്റെ ആമേൻ ജീവിതത്തിൽ ഹല്ലേലൂയ അതേ ശക്തിയോടെ ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം മുമ്പിലുള്ളതിനെ ആമേൻ എന്ത് ചെയ്തു? ആമേൻ അതെ പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ള ആ ലാക്കിലേക്ക് ഓടുവാൻ ഹല്ലേലൂയ അതേ കർത്താവിന്റെ ആ ശബ്ദം കേട്ട് സമർപ്പിക്കപ്പെട്ട പൗലോസ്ലീഹ ഹല്ലേലൂയ നേടാമോ എന്ന് വെച്ച് ആമേൻ അതെ പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ജീവിച്ചതുപോലെ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം ആമേൻ നീതിമാന അവന്റെ സമാധാനം അനുഭവിക്കുവാൻ, അവന്റെ സൗഖ്യം അനുഭവിക്കുവാൻ ആമേൻ ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച വചനം അത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു തന്നെ ദൈവപുത്രനെന്ന് ആമേൻ വെളിപ്പെടുത്തുവാൻ ഞാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. ആമേൻ പള്ളികളിൽ അവൻ പ്രസംഗിച്ചു യേശു തന്നെ ദൈവപുത്രനാണെന്ന്. എന്തുകൊണ്ടാണ് ആമേൻ ഞാനും നിങ്ങളും ഈ സുവിശേഷം ആമേൻ അനേകരോട് പറയുവാൻ മടിക്കുന്നത്? ഹല്ലേലൂയ. ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ മടിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി ഹല്ലേലൂയ അതെ മറ്റു പലതും പ്രസംഗിച്ച് സമയം പോക്കുവാൻ ഹല്ലേലൂയ തയ്യാറാകാതെ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ നീതി, സമാധാനം, സന്തോഷം അനേകരിലേക്ക് എത്തിക്കുവാൻ നമ്മെ വിളിച്ചു വേർതിരിച്ച കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും നമുക്ക് അർപ്പിക്കാം. കരങ്ങളടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷം രക്ഷയിലേക്കുള്ള ദൈവത്തിന്റെ ശക്തിയാണ്.
അതിനാൽ ദൈവകോപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കാണാൻ, പ്രസംഗിക്കാൻ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ഇന്ന് രാത്രി ആത്മാവാഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കാരണം ആമേൻ, അന്തർലീനമായ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് എന്നെയും നിങ്ങളെയും തടയുവാൻ ഹല്ലേലൂയ ഒരിക്കലും ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ എന്നെയും നിങ്ങളെ ശക്തീകരിക്കുവാൻ അതേ കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അത് പ്രസംഗിക്കുവാൻ ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ശിഷ്യന്മാരോട് പറഞ്ഞു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കർത്താവിന്റെ സാക്ഷ്യമായി ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ വിളിയുള്ളവർ, സമർപ്പണമുള്ളവർ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറായിക്കോ. ഉയരത്തിലെ ശക്തിയാൽ നിറയ്ക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആമേൻ അതെ ഞാനും നിങ്ങൾ പാർക്കുന്ന, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കുന്ന എവിടെയുമാകട്ടെ സുവിശേഷം അറിയിക്കുവാൻ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഞാനും നിങ്ങളും ആമേൻ സുവിശേഷം പങ്കുവെക്കുവാൻ തയ്യാറാകുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടുവാനും പാപബോധമുള്ളവരാകുവാനും ഇടയായി. അതിനായി നമ്മളെ ശക്തീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാണ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആത്യന്തികമായി സ്വർഗത്തിൽ പ്രതിഫലം ആമേൻ ലഭിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഭാഗവാക്കാകുവാൻ വിളി കേട്ടവൻ, വിളിയെ തിരിച്ചറിഞ്ഞവൻ ഇന്ന് രാത്രി കണ്ണുകൾ അടച്ചാൽ സമർപ്പിച്ച ജയകരമായ ആത്മീയ ജീവിതം നയിപ്പാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി സ്വർഗം നിറയ്ക്കട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി അവിടുന്ന് കേൾപ്പിച്ച വചനത്തിനായി നന്ദി. ഞങ്ങളെ ഏൽപ്പിച്ച സുവിശേഷ സന്ദേശം അനേകരോട് പറയുവാൻ, പങ്കുവെക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഭയമോ ലജ്ജയോ ഒഴിവുകഴിവോ ഇല്ലാതെ സുവിശേഷം പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും ശക്തീകരിച്ച് അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥന. ഭാഗ്യമകളുടെ സാക്ഷി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമില്ലാത്ത ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കണം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ തലമുറകൾ ആമേൻ ഉണ്ടാകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകണം, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകണം, സ്വസ്ഥതയില്ലാത്തവർ സ്വസ്ഥത പ്രാപിക്കും, സമാധാനമില്ലാത്തവർ സമാധാനം പ്രാപിക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം എല്ലാവരും നിറയ്ക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. ആമേൻ. നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 നമ്പറിൽ അറിയിക്കുക. വാട്സപ്പ് നമ്പറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഇതുവരെ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ശുഭരാത്രി.